ക്രിസ്തുവിലെല്ലാ ദൈവമക്കൾക്കും വന്ദനം. എബ്രായ ലേഖനം 9:22 പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രവർത്തനത്താൽ ദൈവമകൾക്ക് ലഭിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളിലൊന്നാണ് അവരുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുക എന്നത്. മാനസാന്തരത്താൽ ഓരോരുത്തർക്കും അത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കി. അവൻ്റെ മനസാക്ഷിയെ തകർത്തുകൊണ്ടിരിക്കുന്ന സകല പാപഭാരവും അവൻ്റെ അകൃത്യങ്ങളുടെ ബാഹുല്യവും ദൈവം അവനിൽ നിന്നും എടുത്തു മാറ്റും. അതവന് എത്രയോ സ്വാതന്ത്ര്യം പകരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവൻ്റെ അതിക്രൂരമായ അകൃത്യങ്ങൾ ദൈവം മുൻപാകെ ഇരിക്കുമ്പോൾ തന്നെ അവനെ എപ്രകാരം സന്തോഷിക്കാൻ കഴിയുമെന്ന് നാം ഓർക്കണം. ദൈവം അവന് പരിപൂർണമായ വിടുതൽ കൊടുത്ത് അവൻ വീണ്ടും ആ വിഷയങ്ങളെ കുത്തിപ്പൊങ്ങുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുന്നതിന് ദൈവത്തിന് നിദാനമായിരുന്നു എന്നതാണ് നാം അറിയുമ്പോൾ ഈ അനുഗ്രഹമാറ്റ് വർദ്ധിക്കുന്നത്. ഇത് സംഭവിക്കുന്നതിനാൽ ഒരു നീതിയുടെ അടിസ്ഥാനം വേണ്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം വിശുദ്ധനാണ്. അവന് പാപത്തെ വെറുതെ വിടാൻ പറ്റില്ല. അവൻ തൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനോട് ഇടപെടണം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവൻ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനായുള്ള എൻ്റെ രക്തം. ഈ വാക്ക് വേദപുസ്തകത്തിൽ നിന്നും വായിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ സാധ്യതയുണ്ട്. അവൻ്റെ രക്തം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ രക്തം നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എല്ലാ തരത്തിലുമുള്ള പഴയ കൽപ്പനകളെ പൂർത്തീകരിക്കുവാൻ ഒരുക്കി. അവൻ്റെ രക്തത്തിന് മാത്രമേ പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയൂ. നാം അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് കർത്തൃമേശയിൽ നിന്നും കുടിക്കുമ്പോൾ ഈ പാനപാത്രത്തിൻ്റെ രക്തം അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എന്നറിയപ്പെടുന്നത് പോലെ ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപത്തിൽ നിന്നും വിടുതൽ നിങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളും മാറ്റുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വിമോചനം നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.